നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ അൻപേണമിൻ മനസി ശ്രീനീലകണ്ഠ ഗുരുമംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ അമ്പത്തൊരക്ഷരവും ഓരോന്നിതൻ മൊഴിയിലൻപോടു ചേർത്ത ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ ഹരിനാമ കീർത്തനം ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 14-ാം പദ്യം. അൻപേണമെന്മനസി ശ്രീനീലകണ്ഠഗുരു വംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ അൻപത്തൊരക്ഷരവുമോരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമഃ. ഇഹ ഈ കീർത്തന ഗ്രന്ഥത്തിൽ ഞാനും ഇതി ഞാൻ ഇപ്രകാരം അംഭോരുഹാക്ഷം ജഗദീശ്വരനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ മനസ്സി എൻ്റെ ഹൃദയത്തിൽ ശ്രീ നീലകണ്ഠഗുരു വന്ദ്യനായ നീലകണ്ഠഗുരു അൻപേണം കാരുണ്യം ചൊരിഞ്ഞ് തെളിഞ്ഞു വിളങ്ങണം. എൻ മൊഴിയിൽ ഞാൻ രചിക്കുന്ന കീർത്തനങ്ങളിൽ 51 ഓരോന്നിത് 51 അക്ഷരങ്ങളും യഥാക്രമം ഓരോന്നായി അൻപോടു ചേർക്ക ഭംഗിയായി ചേർക്കാൻ അനുഗ്രഹിക്കണം. ഹരിനാരായണായ നമഃ. ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഈ കീർത്തന ഗ്രന്ഥത്തിൽ ഞാൻ ഇപ്രകാരം ജഗദീശ്വരനെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വന്ദ്യനായ ശ്രീ നീലകണ്ഠ ഗുരു കാരുണ്യം ചൊരിഞ്ഞ് തെളിഞ്ഞു വിളങ്ങണം. മാത്രമല്ല, ഞാൻ രചിക്കുന്ന കീർത്തനങ്ങളിൽ 51 അക്ഷരങ്ങളും യഥാക്രമം ഓരോന്നായി ഭംഗിയാം വണ്ണം ചേർക്കാൻ അനുഗ്രഹിക്കണം. ഹരിനാരായണന് നമസ്കാരം. 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളും ഇങ്ങനെ അക്ഷരസംഖ്യ 51. യഥാക്രമം ഓരോന്നായി ഈ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ആദ്യക്ഷരങ്ങളായി അംഗീകരിച്ചുകൊണ്ടാണ് ഇനിയുള്ള പദ്യങ്ങൾ രചിച്ചിരിക്കുന്നത്. തുടർന്ന് ഒടുവിൽ 2 ഉപസംഹാര പദ്യങ്ങളും സ്വരവ്യഞ്ജനക്രമത്തിൽ ആരംഭിക്കുന്ന പദ്യരചനയുടെ തുടക്കം കുറിക്കാനാണ് ഗുരുവിനെ ഒരിക്കൽ കൂടി വന്ദിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഗുരുവിൻ്റെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു എന്ന് ഈ പദ്യത്തെ ആസ്പദമാക്കി ചിലർ ഊഹിക്കുന്നു. ഇങ്ങനെ അക്ഷരക്രമത്തിൽ കീർത്തന ശ്ലോകങ്ങൾ രചിക്കാനുണ്ടായ പ്രേരണ എന്താണ്? വെറും ഭാവന മാത്രമാണോ? അതോ അതിന് പ്രേരകമായ വല്ല തത്വചിന്തയും പിറകിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 15-ാം പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.